തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ അപര്യാപ്തതയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ടതിന് സർക്കാർ കുരിശിലേറ്റാൻ നോക്കിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വാദങ്ങൾ ശരിവെച്ച് 4 അംഗ സമിതി റിപ്പോർട്ട് പുറത്തുവന്നു. അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ സർക്കാർ 18 അടവും പയറ്റിയിട്ടും വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലിലൂടെ മനോരമ ലേഖകൻ VR പ്രതാപ് റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരികയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരുന്നു എന്ന യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് സഹിക്കെട്ട് മാധ്യമങ്ങളോട് പരസ്യമായി വെളിപ്പെടുത്തിയിരുന്നു. അതുയർത്തിയ കോലാഹലത്തിനിടെയാണ് ആരോഗ്യമന്ത്രിയുടെ എല്ലാം സിസ്റ്റത്തിന്റെ തകരാറാണെന്ന പ്രസിദ്ധമായ ഏറ്റുപറച്ചിൽ. മൂത്രാശയ രോഗികളുടെ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ലിത്തോ ക്ലാസ് പ്രോബ് ആവശ്യപ്പെട്ട് ഡോക്ടർ ഹാരിസ് സർക്കാരിനും വകുപ്പ് മേധാവിക്കും കത്ത് നൽകിയിരുന്നു. പക്ഷെ ചട്ടപ്പടി പ്രകാരം ഫയൽ നീങ്ങി ഉപകരണം കിട്ടാൻ 6 മാസം എടുത്തുവെന്ന ഹാരിസിന്റെ ആരോപണം സമിതി അംഗങ്ങളും ശരിവെക്കുന്നു. നമ്പർ 1 കേരള ആരോഗ്യരംഗമെന്ന പൊങ്ങച്ചം പറച്ചിലിന്റെ ദയനീയ മുഖമാണ് സമിതി റിപ്പോർട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാർ, കൊല്ലം മെഡിക്കൽ കോളേജ് ഫോറൻസിക് മേധാവി ഡോക്ടർ രഞ്ജു രവീന്ദ്രൻ, കോട്ടയം മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് നെഫ്രോളജി മേധാവി ഡോക്ടർ S ഗോമതി എന്നിവരായിരുന്നു സമിതിയിലെ അംഗങ്ങൾ. സർക്കാർ ഒളിച്ചുവെച്ച റിപ്പോർട്ടാണ് വിവരാവകാശ കമ്മീഷൻ പുറത്തുവിട്ടത്.